കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെ ദേവാലയമാക്കാമെന്ന് നമുക്ക് ധ്യാനിക്കാം. പ്രധാനമായും കുടുംബങ്ങൾ ദേവാലയമാകണമെങ്കിൽ 7 തൂണുകളിൽ അത് സ്ഥാപിക്കപ്പെടണം. ഈ 7 തൂണുകൾ സ എന്ന് പറയുന്ന ഒരു മലയാള അക്ഷരത്തിൽ തുടങ്ങുന്ന 7 വാക്കുകളാണ്. ദിവ്യകാരുണ്യേശ്വരയുടെ സന്നിധിയിൽ നമുക്ക് ഈ 7 തൂണുകളെ നമുക്കൊന്ന് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ ദേവാലയമാക്കി മാറ്റാം. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ തൂണ് സ്നേഹം എന്ന് പറയുന്ന തൂണാണ്. സ്നേഹം എന്ന തൂണിൽ സ്ഥാപിക്കപ്പെടാത്ത ദേവാലയങ്ങളെല്ലാം തന്നെ, കുടുംബങ്ങളെല്ലാം തന്നെ അത് തകർന്ന് തരിപ്പണമായി പോകും. ഈ സ്നേഹം എന്ന് പറയുന്ന ആ തൂണിനെ കുറിച്ച് വചനം ഇപ്രകാരം പങ്കുവയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ഈശോ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാം വാക്യം. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന് ഈശോ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കൽപ്പനയുടെ 2-ാം ഭാഗം മാത്രമാണ് നമ്മൾ ചിന്തിക്കാറ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് നമ്മൾ പരസ്പരം സ്നേഹിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ആദ്യ ഭാഗം മനഃപൂർവ്വമല്ലാതെ നമ്മൾ പലപ്പോഴും വിട്ടുപോകാറുണ്ട്. ആദ്യ ഭാഗം എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഈശോ എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? നമുക്കറിയാം, കുരിശിൽ ബലിയായി തീർന്നാണ്, ജീവൻ തന്നാണ് അവിടുന്ന് നമ്മെ സ്നേഹിച്ചത്. ഓരോ കുടുംബ ജീവിതത്തിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും മാതാപിതാക്കൾ മക്കൾ തമ്മിലും ഈ ഒരു ത്യാഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ തൂണ് ഉണ്ടായാൽ മാത്രമാണ് ആ കുടുംബം ഏറ്റവും അനുഗ്രഹീത ദേവാലയമായി തീരുകയുള്ളൂ. ത്യാഗത്തിൻ്റെ സ്നേഹം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, കുരിശിൽ കിടന്ന് ഈശോ സ്വന്തം ജീവൻ നൽകി സ്നേഹിച്ചതുപോലെ കുടുംബത്തിൽ ഭർത്താവ് ഭാര്യയും മക്കളും മാതാപിതാക്കളും മക്കളും തമ്മിൽ ഈ ഒരു സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ സ്നേഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ജീവൻ കൊടുക്കാൻ തക്ക സ്നേഹം, സ്വന്തം ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തക്ക ത്യാഗത്തോടെയുള്ള സ്നേഹം ഉള്ളിൽ നിറയുമ്പോഴാണ് ആ കുടുംബം ദേവാലയമായി തീരുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസിനെ അജപാലകനായി നിയമിക്കുന്ന മനോഹരമായ രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസിനോട് ഈശോ ചോദിക്കുന്ന 3 ചോദ്യങ്ങളും ഒറ്റ ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ, പത്രോസേ, നീ ഇവരെക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? വീണ്ടും ചോദിക്കുന്നു, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ ചോദ്യങ്ങൾ 3 ചോദ്യത്തിനും പത്രോസിൻ്റെ ഉത്തരം, കർത്താവേ, എനിക്കറിയാമല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പത്രോസിന് വ്യക്തമായി പിന്നീട് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈശോ എന്നോട് അങ്ങനെ ചോദിക്കാൻ കാരണം. ഞാൻ അവിടുത്തെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനാണ്. അപ്പോൾ സ്നേഹിക്കുന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സഭയുടെ അമരക്കാരനായി ഈശോ പത്രോസിനെ നിയമിക്കുന്നത് പോലും. അപ്പോൾ കുടുംബ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഉത്തരവാദിത്തങ്ങളിലേക്ക് കർത്താവ് ഒരു സ്ത്രീയെയും പുരുഷനെയും ഭാര്യ ഭർത്താക്കന്മാരായി ദമ്പതികളായി വിവാഹം എന്ന കൂദാശയിലൂടെ ഒരുമിപ്പിക്കുമ്പോൾ ഈശോ അവരോട് ചോദിക്കുന്ന ഇതേ ചോദ്യം തന്നെയാണ്. നിങ്ങൾ സ്നേഹിക്കുന്നുവോ? എല്ലാവരേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കുന്നുവോ? മറ്റാരേക്കാളും അധികമായി പരസ്പരം സ്നേഹിക്കുന്നുവോ? മറ്റെന്തിനേക്കാളും അധികമായി നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന നിങ്ങളുടെ മക്കളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്. ആ സ്നേഹിക്കുന്നോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആ കുടുംബജീവിതത്തെ ദേവാലയമാക്കി മാറ്റുന്ന ഘടകമായി മാറുന്നത്. പ്രിയ നിറഞ്ഞവരെ, ദിവ്യകാരുണ്യേശ്വരയുടെ മുമ്പിൽ സ്നേഹം എന്ന ആ തൂണിനെ നമുക്ക് ആഴത്തിൽ ധ്യാനിക്കാം. എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മക്കളെ
നിസ്വാർത്ഥമായി സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ത്യാഗത്തോടുകൂടി അവരെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ സമയം അവർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട്, ഒരു പക്ഷേ കരങ്ങൾ വിരിച്ചു പിടിച്ച് മുട്ടുകുത്തി ഞാൻ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കേണ്ടി വരാം. മക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കണം. അത് ജീവൻ തന്നെ കൊടുക്കുന്ന സ്നേഹമാണ്. ആ ജീവൻ കൊടുക്കുവാനായിട്ട് ഒരു അപ്പനും ഒരു അമ്മയും തയ്യാറാകുന്നിടത്ത് തീർച്ചയായിട്ടും മക്കൾ ഏതൊക്കെ വഴികളിലൂടെ കടന്നു പോയാലും അവർ തിരിച്ചു വരും. സംശയം വേണ്ട. ഈശോ അവരെ തിരിച്ചു കൊണ്ടുവരും. വിശ്വസിക്കൂ മാതാപിതാക്കളെ. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി അവരെ സ്നേഹത്തെ, എക്സ്പ്രഷൻ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ആ ഒരു പ്രകടനം എന്ന് പറയുന്നത് കെയറിങ് ആണ്. അവരെ പരിഗണിക്കണം. അവരുടെ ജീവിതത്തിൻ്റെ വാർദ്ധക്യകാലത്ത് അവരെ മാറ്റി നിർത്താതെ കുടുംബ ജീവിതത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ എന്താ പറയുക, നമ്മുടെ ആ ഒരു തീരുമാനമെടുക്കുന്ന സമയങ്ങളിലൊക്കെ അവരെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെ പരിഗണിച്ചുകൊണ്ട് ആ സ്നേഹം ഒരു കെയറിങ്ങിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ, കുടുംബത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഓരോ കുടുംബവും ദേവാലയമായി തീരും. ദിവ്യാനീശ്വരമൂലം നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരണീശ്വയെ, സ്നേഹം എന്ന തൂണിൽ സ്ഥാപിക്കപ്പെടുന്ന കുടുംബങ്ങളാകട്ടെ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളും. അതുവഴി ഓരോ കുടുംബവും ദേവാലയമായി തീരുന്നു, ദൈവം വസിക്കുന്ന ആലയമായി തീരുന്നു. സ്നേഹത്തിൽ ദൈവം വസിക്കുന്ന ആലയമായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറി അവിടെ സന്തോഷവും സമാധാനവും പരസ്പര വിട്ടുവീഴ്ചയും ഒക്കെ നിറഞ്ഞ് ജീവിതത്തിൽ രക്ഷ സ്വന്തമാക്കുന്ന കുടുംബങ്ങളായി ഞങ്ങളുടെ ഓരോ കുടുംബവും മാറട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.